ദൈവത്തിന്റെ കാട്ടിലെ ഒരില. കഥകൾ. രചന പെരുമ്പടവം ശ്രീധരൻ. ശബ്ദം നൽകുന്നത് ജാൻസിമോൾ അഗസ്റ്റിൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, a DC ബുക്സ് പ്രൊഡക്ഷൻ. കഥ ദൈവത്തിന്റെ കാട്ടിലെ ഒരില. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് വളരെ കാലത്തിനു ശേഷം തിരിച്ചു വരുമ്പോൾ തന്റെ നഗരം ഒരു ശ്മശാനത്തിനു തുല്യം തകർന്നു കിടക്കുന്നത് കണ്ട് അയാളുടെ ഹൃദയം നടുങ്ങി. മിസൈലുകളും ബോംബുകളും വീണ് ഇടിഞ്ഞു പൊളിഞ്ഞും കത്തിക്കരിഞ്ഞും തെരുവോരങ്ങളിലെ വീടുകളും കെട്ടിടങ്ങളും അവയുടെ കരുവാളിച്ച ചുമരുകളിൽ ബാക്കി നിൽക്കുന്നു. ഇടിഞ്ഞു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും കത്തിക്കരിഞ്ഞ വാഹനങ്ങളും കൊണ്ട് വഴി അടഞ്ഞിരിക്കുന്നു. മേൽക്കൂര ഇടിഞ്ഞു വീണ പഴയ വീടിന്റെ ഉള്ളിൽ കടന്ന് അയാൾ വേദനയോടെ ചുറ്റും നോക്കി. അയാളുടെ ഗുരുനാഥന്റെ വീടായിരുന്നു അത്. വടക്കുവശത്തെ ജനാലയോട് ചേർന്ന് ചാരുകസേരയിൽ ആകാശം നോക്കിയിരിക്കാറുണ്ടായിരുന്ന ഗുരുനാഥന്റെ രൂപം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. യാത്ര ചോദിക്കുവാൻ വന്നപ്പോൾ നന്നായി വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിച്ചു. യാത്രക്കിടയിൽ എന്നോ ഗുരുനാഥന്റെ മരണത്തെക്കുറിച്ച് പത്രങ്ങളിൽ വായിച്ചപ്പോൾ ഈ വീട് മുഴുവൻ മനസ്സിൽ കണ്ടു. അന്നൊക്കെ ഒരു ദേവാലയത്തിനു തുല്യമായിരുന്നു ആ വീട്. ഇപ്പോൾ സ്നേഹിക്കുകയാണ് ദൈവത്തെയും അനശ്വരതയെയും അറിയാനുള്ള വഴിയെന്ന് കേട്ടത് ഇവിടെ വച്ചായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ചുമരിന്മേൽ ചാഞ്ഞു നിൽക്കുന്ന ജനലിന്റെ ചതുരത്തിലൂടെ അയാൾ ആകാശം നോക്കി നിന്നു. മുറ്റത്തിനരികിൽ നിൽക്കുന്ന കരിഞ്ഞ വൃക്ഷശിഖരം അയാളുടെ മനസ്സിൽ ഗുരുനാഥനെക്കുറിച്ചുള്ള ഓർമ്മയ്ക്ക് മറ്റൊരു രൂപകം സൃഷ്ടിച്ചു. അലങ്കരിച്ച വിശുദ്ധ വൃക്ഷം. ഈ വീട്ടിൽ ശേഷിച്ചവർ എവിടെ പോയി? അവർക്കെന്തു സംഭവിച്ചു? വഴിവെക്കുകളിൽ പാതി വെന്ത മരങ്ങൾ അവയുടെ നഗ്നമായ കൊമ്പുകൾ ആകാശത്തിൽ ഉയർത്തി നിലവിളിക്കുന്നു. നഗരമധ്യത്തിലെ പള്ളി തകർന്ന് ഒരു കൽക്കൂമ്പാരമായി തീർന്നിരിക്കുന്നു. പിതാവ് പറഞ്ഞ് അയാൾ കേട്ടിട്ടുണ്ട്, ഈ പള്ളിയിൽ വെച്ചാണ് തന്നെ ജ്ഞാനസ്നാനം ചെയ്യിച്ചതെന്ന്. പള്ളിമുറ്റത്ത് നിൽക്കുമ്പോൾ മറ്റൊരോർമ്മയിൽ പള്ളിമുറ്റത്തു നിന്നുള്ള കൽപ്പടവുകൾ ഇറങ്ങിപ്പോകുന്ന തൊടുത്ത 2 കാൽപാദങ്ങളുടെ ഭംഗി അയാൾ കാണുന്നു. വർഷങ്ങളുടെ വിദൂരതയിൽ നിന്ന് ദൈവത്തിന്റെ ഏകാന്തതയിൽ വീണുപോയ ഒരില. നശിപ്പിക്കപ്പെട്ട നിലയിൽ ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. വീടേത്, കൊട്ടാരമേത്, പള്ളിയേത്, ആശുപത്രിയേത്? പള്ളിയോട് ചേർന്നുള്ള ശ്മശാനം ബോംബ് വീണ് തകർന്നിരിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ശവകുടീരങ്ങൾക്കും ഒടിഞ്ഞ കുരിശുകൾക്കുമിടയിലൂടെ നടന്ന് അയാൾ ശ്മശാനത്തിനരികിൽ ചെന്നു നിന്നു. ഒരു ഭൂകമ്പത്തിലെന്ന പോലെ തകർന്നു കിടക്കുന്ന ശ്മശാനത്തിൽ എവിടെയായിരുന്നു തന്റെ വല്യപ്പന്റെ ശവകുടീരമെന്ന് ഊഹിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ചരിത്രത്തിന്റെ ആദിയിലേക്ക് നീളുന്ന വംശപാരമ്പര്യത്തിന്റെ വിശ്വാസങ്ങൾക്ക് നേരെ വാളോങ്ങുന്ന ശത്രുക്കളോട് സ്വന്തം ജീവൻ കൊണ്ട് പൊരുതിയ വല്യപ്പൻ അടക്കപ്പെട്ടത് ഇവിടെ എവിടെയോ ആയിരുന്നു. പക്ഷേ അതെവിടെയായിരുന്നുവെന്ന് കാണിക്കുന്ന യാതൊരടയാളവും ഇപ്പോൾ ശേഷിക്കുന്നില്ല. വഴിയരികുകളിലും കെട്ടിടങ്ങളുടെ ബാക്കി നിൽക്കുന്ന ചുമരുകളിലും രക്തമുണങ്ങിയതിന്റെ പാടുകൾ കാണാം. ഒടിഞ്ഞു വീണ കമ്പിവേലിയിന്മേൽ ആരുടെയോ ഒരു പഴയ ഉടുപ്പ് കിടന്ന് കാറ്റിലാടുന്നു. വെടിമരുന്നിന്റെയും കത്തിക്കരിഞ്ഞ ശവങ്ങളുടെയും ഗന്ധം വായുവിൽ തങ്ങി നിൽക്കുന്നു. നഗരം വിജനമാണ്. കണ്ണെത്തുന്ന ദൂരങ്ങളിലെങ്ങും ആരെയും കാണാനില്ല. ജീവനിലുള്ള കൊതികൊണ്ട് എല്ലാവരും എങ്ങോട്ടോ പോയിരിക്കുന്നു. ഏതു നേരത്താണ് ശത്രുരാജ്യത്തിന്റെ ആക്രമണമുണ്ടാകുന്നതെന്ന് ആർക്കറിയാം? നഗരാതിർത്തിയിലെ മലകൾക്കും കാടുകൾക്കും അപ്പുറത്ത് വെടിക്കോപ്പുകളുമായി ശത്രുസൈന്യം താവളമടിച്ചിട്ടുണ്ടെന്ന് വാർത്തയുണ്ടായിരുന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി നഗരം വിട്ടുപോകുന്നെന്നും കേട്ടിരുന്നു. ദൂരെ കാണുന്ന തകർന്ന വീടുകൾക്കിടയിൽ ആരെങ്കിലും ബാക്കിയുണ്ടാവുമോ? ആരെങ്കിലും ഒരാൾ നഗരം നേരിട്ട നാശങ്ങളെക്കുറിച്ച് പറയാൻ? ഇടവഴിക്കപ്പുറത്ത് തീപിടിച്ച വീടുകൾ ഇപ്പോഴും പുകയുന്നുണ്ട്. Sample complete.
Ready to continue?